നമസ്കാരം. വാട്ടർ അതോറിറ്റി എൽ ടി ടൈപ്പിസ്റ്റിലേക്ക് വേണ്ടുന്ന മൊഡ്യൂൾ 4 ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം ഒന്നാമത്തെ നോക്കാം, DBMS. എന്താണ് DBMSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. DBMS എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം, അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ഡേറ്റാബേസ്. അല്ലേ, ഡേറ്റാബേസുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണെന്ന് പറയുന്നത് DBMS എന്ന് പറയുന്നത്. A DBMS enables end users to create, protect, read, update and delete data in a database. എന്ത് ചെയ്യുന്നു? DBMS ഇനേബിൾ ചെയ്യുന്നു. എന്ത്? എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ. അവസാനം നമ്മൾ ആരാണോ യൂസേഴ്സ്, അവരാണ് എൻഡ് യൂസേഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? ക്രിയേറ്റ് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, റീഡ് ചെയ്യണം, എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേഷൻ കൊടുക്കണം, അതല്ല ഡേറ്റാസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡേറ്റാബേസിലേക്ക് ചെയ്യാനും കൊണ്ട് നമ്മുടെ DBMS ഇനേബിൾ ചെയ്യും. The first DBMS was developed in 1960s. ചാൾസ് W. ബാച്ച്മാൻ. ചാൾസ് ബാച്ച്മാൻ എന്നും പറയും, W ഇടും, ചിലപ്പം W ഇടത്തില്ല, അങ്ങനെയും ചോദിക്കാം. ക്രിയേറ്റഡ് എ നാവിഗേഷണൽ DBMS നോൺ ആസ് ഇൻറ്റഗ്രേറ്റഡ് ഡാറ്റ സ്റ്റോർ. അപ്പം ആദ്യം എന്നായിരുന്നു ഡെവലപ്പ് ചെയ്തത്? 1960 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു? ചാൾസ് W. ബാച്ച്മാൻ അല്ലെങ്കിൽ ചാൾസ് ബാച്ച്മാൻ. ഓക്കെ. അപ്പോൾ ആദ്യ സമയത്ത് എന്താണ് നമ്മളിങ്ങനെ അങ്ങനെയുള്ള ആ ഒരു DBMSനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇൻറ്റഗ്രേറ്റഡ് ഡാറ്റ സ്റ്റോർ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. ഹൂ ക്രിയേറ്റഡ് ഡേറ്റാബേസ് ഫസ്റ്റ്? അപ്പോൾ ആരാണ് ഡേറ്റാബേസ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത്? ആരായിരുന്നു? അല്ലെങ്കിൽ ചിലപ്പം ആരാണ് ആദ്യമായിട്ട് എഴുതിയതെന്നും ചോദിക്കാം. ഹൂ റോട്ട് ഡേറ്റാബേസ് എന്ന് ചോദിക്കാം. രണ്ടിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്, ചാൾസ് W. ബാച്ച്മാൻ. കേട്ടോ. വാട്ട് ഈസ് ദ ഓൾഡസ്റ്റ് DBMS? ഏതായിരുന്നു ഓൾഡസ്റ്റ് ആയിട്ടുള്ള DBMS എന്ന് പറയുന്നത്? ഇൻറ്റഗ്രേറ്റഡ് ഡേറ്റാബേസ് സിസ്റ്റമാണ്. ഇൻറ്റഗ്രേറ്റഡ് ഡേറ്റാബേസ് സിസ്റ്റം. ഇൻറ്റഗ്രേറ്റഡ് ഡേറ്റാബേസ് സിസ്റ്റം എന്നോ ഇൻറ്റഗ്രേറ്റഡ് ഡേറ്റ സ്റ്റോർ എന്നോ അങ്ങനെയും പറയാം. ഇൻറ്റഗ്രേറ്റഡ് ഡേറ്റാബേസ് സിസ്റ്റം. ഫാദർ ഓഫ് DBMS എന്ന് പറയുന്നത് ആരാണ്? എഡ്ഗർ ഫ്രാങ്ക് ടെഡ് കോഡ്. EF കോഡ് എന്നും പറയും കേട്ടോ. EF കോഡ് എന്നും പറയും. DBMSൻ്റെ ഫാദർ ആരെന്ന് വെച്ചാൽ എഡ്ഗർ ഫ്രാങ്ക് ടെഡ് കോഡ്. EF കോഡ് എന്നോ എഡ്ഗർ F കോഡ് എന്നോ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ പറയാം. ഇനി RDBMS. എന്താണ് RDBMS? റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം DBMS എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം RDBMS, ആറും കൂടെ എക്സ്ട്രാ വന്നാൽ എന്താ? ഒരു റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമ്മുടെ EF കോഡ്. EF കോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? എഡ്ഗർ ഫ്രാങ്ക് ടെഡ് കോഡ്. ഓക്കെ. അടുത്തിലോട്ട് പോവാം. ഡേറ്റാബേസ്. അപ്പോൾ എന്താണ് ഒരു ഡേറ്റാബേസ്? ഡേറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റ ഓർ ഡേറ്റ ടൈപ്സ് ഓഫ് ഡേറ്റ സ്റ്റോർ ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് എ DBMS. അപ്പോൾ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയോ അല്ലെങ്കിൽ ഡേറ്റകളുടെ ടൈപ്പോ ആവാം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് സ്റ്റോർ ചെയ്യണം, അല്ലേ? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡേറ്റകളുടെ കളക്ഷനോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. എവിടെയിലോട്ട്? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്തോട്ട്. ഇപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എന്തും ആവാം. എനി റോ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ ഓർ ഫാക്ട് ഓർ ഫിഗർ ഓർ ഇൻഫർമേഷൻ ദാറ്റ് സ്റ്റോർഡ് ഇൻ ഓർ യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്ന ഒരു കാര്യം എന്തും ആകാം. ഏതൊരു കാര്യവും ഡേറ്റ, അതായത് റോ ഇൻഫർമേഷൻ ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പിട്ടുള്ള ഏതൊരു കാര്യവും എന്താണ്? ഒരു ഡേറ്റയാണ്. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോണിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ എടുക്കുന്ന പിക്ചേഴ്സ്, എന്തെങ്കിലും PDF ഫയലുകൾ, ഏതെങ്കിലും പാട്ടുകൾ, ഇതൊക്കെ ഓരോരോ ഡേറ്റകളാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തും ആവാം. ഫിഗറുകളോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനുകളോ ഏതോ ഒരു കാര്യങ്ങളോ അതിനെ നമ്മൾ ഡേറ്റകൾ എന്നാണ് പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമുക്ക് ഫോണിലോ ഒക്കെ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യവും നമുക്ക് എന്താണ്? ഡേറ്റകളാണ്. അപ്പോൾ ഡേറ്റ അതിനകത്തൊരു കണ്ടോ, ഡേറ്റ എന്ന് പറഞ്ഞത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ അതോറിംഗ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് എന്ന് കേട്ടോ. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ അതോറിംഗ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇനി DBMS അതായത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് കെയറുകളിൽ, റീറ്റെയിൽ, മാനുഫാക്ചറിങ്, ഇ-കൊമേഴ്സ്, ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? DBMS എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യകതയുണ്ട്. The key of DBMS. A key refers to an attribute
or a set of attributes that helps രണ്ടോട്ട് എഴുതിയിട്ടുണ്ട് that helps us identify a row or tuple uniquely in a table. അപ്പോൾ എന്താണ് ഒരു കീ എന്ന് പറയുന്നത്? കീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കിപ്പോൾ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ടേബിളിനകത്ത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യുന്ന റോകളെയോ അല്ലെങ്കിൽ റോകളെ പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കീ എന്ന് പറയുന്നത്. അത് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായിക്കോളും കേട്ടോ. അപ്പോൾ എ കേ റിഫേഴ്സ് ടു ആൻ ആട്രിബ്യൂട്ട്, ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടുകളെയോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടുകളെയോ നമുക്ക് എന്ത് ചെയ്യണം? യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ത് വെച്ചിട്ട്? ഒരു റോ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? കീ എന്ന് പറയുന്നത്. നീഡ് ഓഫ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ്, മെയിൻറ്റെയിനിങ് ആൻഡ് ആക്സസിങ് എനി സോർട്ട് ഓഫ് ഡേറ്റ. അല്ലേ? എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏത് ഡേറ്റാബേസിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ക്രിയേഷൻ ഓഫ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡേറ്റകൾ റിട്രീവ് ചെയ്യണം, എടുക്കണം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കളക്ഷൻ ഓഫ് ഡേറ്റാസ് നമുക്ക് എടുക്കണം, ആ സമയത്ത് ഉപയോഗിക്കാം. പിന്നെ എന്താ? അപ്ഡേറ്റിംഗ് ദ ഡേറ്റാബേസ്, എന്തെങ്കിലും കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ അപ്ഡേഷൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും, ഡേറ്റയെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനും പറ്റും. പിന്നെന്തുണ്ട്? സ്കേലബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ നീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലാറ്റ് ഡേറ്റാബേസ് ആണ്. കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഡേറ്റാബേസ്. എ ഫ്ലാറ്റ് ഡേറ്റാബേസ് റെഫേഴ്സ് to a simple database system in which each database has to be represented as a single table. അപ്പോൾ ഫ്ലാറ്റ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഫ്ലാറ്റ് ഡേറ്റാബേസ് റെഫേഴ്സ് ടു എ സിമ്പിൾ ഡേറ്റാബേസ്, അല്ലേ? ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡേറ്റാബേസ് സിസ്റ്റമാണ്. ഇൻ വിച്ച് ഈച്ച് ഡേറ്റാബേസ് ഹാസ് ടു ബി റെപ്രസെൻറ്റഡ് എ സിംഗിൾ ടേബിൾ. അപ്പോൾ അതിനകത്ത് ഓരോ ഡേറ്റയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരൊറ്റ സിംഗിൾ ടേബിൾ വെച്ചിട്ടായിരിക്കും. വിത്ത് all records saved as single row of data separated by tabs or columns. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ റെക്കോർഡിനകത്ത് എന്താ എടുക്കത്തുള്ളൂ? ഒരു സിംഗിൾ റോയെ കാണത്തുള്ളൂ. റോയും കോളം അറിയോ നിങ്ങൾക്ക്? റോയും കോളം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടേബിളിൻ്റെ റോ ഏതാണ്, കോളം ഏതാണെന്നറിയോ? ഓക്കെ, ഇതിപ്പോൾ എത്ര റോയും എത്ര കോളവും ഉണ്ട്? ഇതിപ്പോൾ ഒരു റോയും ഒരു കോളേ ഉള്ളൂ. ഇപ്പം അത് എത്രയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കോളവും 1 2 റോയും ആയി. ഇപ്പോഴോ 1 2 കോളവും 1 2 റോയും ആയി. ഇപ്പോഴോ ഇപ്പം 1 2 3 കോളവും 1 2 റോയും ആയി. ഇതാണ് റോ കോളം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവർ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ? എ ഫ്ലാറ്റ് ഡേറ്റാബേസ് റെഫേഴ്സ് ടു എ സിമ്പിൾ ഡേറ്റാബേസ് സിസ്റ്റം ഇൻ വിച്ച് ഈച്ച് ഡേറ്റാബേസ് ഹാസ് ടു ബി റെപ്രസെൻറ്റഡ് ആസ് എ സിംഗിൾ ടേബിൾ വിത്ത് ഓൾ റെക്കോർഡ് സേവ്ഡ് എ സിംഗിൾ റോ ഓഫ് ഡേറ്റ. അപ്പോൾ സിംഗിൾ റോ ഓഫ് ഡേറ്റയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓഫ് സെപ്പറേറ്റഡ് ബൈ എന്ത് കാണും? സെപ്പറേറ്റഡ് ബൈ ടാബ്സ് ഓർ കോമാസ്. അതായത് നമുക്ക് എന്താണ്? ഒരു സിംഗിൾ ആയിട്ടുള്ള റോ മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് ഡേറ്റാസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കോമകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ ടാബ് ഇല്ലേ, കുറച്ച് സ്പേസുകൾ ചേരുന്ന സാധനം ടാബ്, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും അവരെ സെപ്പറേറ്റ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ഫ്ലാറ്റ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. എ സിംപ്ലെക്സ് ടെക്സ്റ്റ് ഫയൽ ഈസ് ടിപ്പിക്കലി യൂസ് ടു സ്റ്റോർ ആൻഡ് ഫിസിക്കലി ഡിസ്പ്ലേ ദ ടേബിൾ. അല്ലേ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫയൽ ആയിരിക്കും, ഫിസിക്കലി എന്തായിരിക്കും അവർ ആ ഒരു ടേബിളിൽ ഡിസ്പ്ലേ ചെയ്യുന്നൊരു കാര്യം. നെക്സ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DBMS. അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയാണ്. ഡേറ്റ കൺസിസ്റ്റൻസി ഉണ്ട്, സപ്പോർട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ്, പിന്നെന്താണ്? കൊറി ലാംഗ്വേജിനെ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെക്യൂരിറ്റി ഉണ്ട്, ട്രാൻസാക്ഷൻ ഉണ്ട്, റെഡ്യൂസ്ഡ് റിഡൻഡൻസി. ഇതൊക്കെ അതിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് റിലേഷണൽ ഡേറ്റാബേസ്. RDBMS എന്ന് പറഞ്ഞില്ലേ? അപ്പം റിലേഷണൽ ഡേറ്റാബേസ് RDB എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡേറ്റാബേസ്. എമ്മും കൂടെ ആകുമ്പോൾ എന്താവും? റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻ്റ് ആവും. എസ് കൂടെ വരുമ്പോഴോ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. RDBMS എന്ന് പറയുന്നത് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ റിലേഷണൽ ഡേറ്റാബേസ് RDB ഈസ് എ വേ ഓഫ് സ്ട്രക്ചറിങ് ഇൻഫർമേഷൻസ് ഇൻ ടേബിൾ.
അപ്പോൾ ടേബിളിനകത്ത് നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക, ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ വേണം എന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. എന്തായിട്ടാണ് ടേബിൾസ്, റോസ് ആൻഡ് കോളംസ്. റോയും കോളം ഇപ്പോൾ മനസ്സിലായല്ലോ. ആൻഡ് RDB ഹാസ് ദ എബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് ലിങ്ക്സ് ഓർ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഇൻഫർമേഷൻസ് ബൈ ജോയിനിങ് ടേബിൾസ്. അപ്പോൾ ഒരു ടേബിളിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളിനകത്ത് ഓരോരോ കണ്ടൻറ്റുകളും തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻസ് ആണ്, അല്ലെങ്കിൽ ഈ റോസോ കോളംസോ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തെങ്കിലും റിലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് നെയിം കൊടുക്കുന്നു, താഴെ ഞാൻ ഓരോരോ ആൾക്കാരുടെ പേര് കൊടുക്കുന്നു. അപ്പം നെയിം എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നില്ല, ഓരോരോ ആൾക്കാരുടെ പേര് ഞാൻ താഴോട്ട് കൊടുക്കുമ്പോൾ ഒരു റിലേഷൻ വന്നില്ലയോ. ഫോർ എക്സാമ്പിൾ, പിന്നെ ഞാൻ അപ്പുറത്ത് ഞാൻ ഏജ് കൊടുക്കുന്നു, ഏജ് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇപ്പുറത്ത് താഴോട്ട് ഏജുകൾ ഓരോരുത്തരുടെ ഏജുകൾ പറയുന്നു. അപ്പോൾ ഇവർക്ക് തമ്മിലൊരു റിലേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ആൻഡ് RDB ഹാസ് ദ എബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് ലിങ്ക് ഓർ റിലേഷൻഷിപ്പ്. ലിങ്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പോ കാണും. ആരൊക്കെ തമ്മിൽ? ഇൻഫർമേഷൻസ് ബൈ ജോയിനിങ് ടേബിൾസ്. ടേബിളുകൾ തമ്മിൽ ഇപ്പോൾ 2-3 ടേബിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ ടേബിൾക്കിടയിലുള്ള കാര്യങ്ങളോ തമ്മിൽ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യാൻ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഈ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. വിച്ച് മേക്സ് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗെയിൻ ഇൻസൈറ്റ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഡേറ്റ. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് മനസ്സിലാവാനും ഡേറ്റകൾ പെട്ടെന്ന് നമുക്ക് എടുക്കാനും അവർ തമ്മിലുള്ള റിലേഷൻ വഴി നമുക്ക് അങ്ങോട്ട് സോർട്ട് ചെയ്ത് പോകാനോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം റിലേഷണൽ ഡേറ്റാബേസസ് ഹാവ് വാട്ട്സ് കോൾഡ് കൺസിസ്റ്റൻസി, മോഡ് ഓർ ഇൻറ്റഗ്രിറ്റി ദാറ്റ് ബേസ്ഡ് ഓൺ 4 ക്രൈറ്റീരിയ. 4 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം, അതായത് റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിരിക്കുന്നത്. ആസിഡ് എന്ന് പറയും. അപ്പോൾ എന്താണ്? അറ്റോമിസിറ്റി. A ഫോർ അറ്റോമിസിറ്റി, C ഫോർ കൺസിസ്റ്റൻസി, I ഫോർ ഐസൊലേഷൻ ആൻഡ് D ഫോർ ഡ്യൂറബിലിറ്റി. എന്താണ്? അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. ആസിഡ് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും കേട്ടോ. ആസിഡ് ക്രൈറ്റീരിയ, ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ പറയും. അപ്പോൾ RDBMS നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. RDBMS സ്റ്റാൻഡ്സ് ഫോർ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ് സിസ്റ്റം. ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് സ്റ്റോർ ആൻഡ് മാനേജ് ഡേറ്റ ഇൻ ടേബിൾസ്. എന്താണെന്ന് പറയുന്നത്? ഒരു തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയിട്ട്? ദാറ്റ് സ്റ്റോർസ് ആൻഡ് മാനേജസ് ഡേറ്റ ഇൻ ടേബിൾസ്. ഡേറ്റകളെ സ്റ്റോർ ചെയ്യുകയോ മാനേജ് ചെയ്യുന്നു എന്ത് രീതിയിൽ? ടേബിളിൻ്റെ രീതിയിൽ. അതിനെ പറയുന്ന പേരാണ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. യൂസിങ് SQL queries ടു ആക്സസ് ദ ഡേറ്റ. അപ്പോൾ SQL query വെച്ച് നമുക്ക് ഡേറ്റകളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. SQLൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് കേട്ടോ. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഈച്ച് ടേബിൾ ഹാസ് എ യുണീക്ക് പ്രൈമറി കീ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ ടേബിളിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൈമറി കീ കാണും. ആൻഡ് ഈച്ച് റോ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ യുണീക്ക് ഐഡൻറ്റിഫയർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ ടേബിളിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൈമറി കീ കാണും. അതുപോലെ തന്നെ ഓരോ റോകളും, ഈച്ച് റോ, ഓരോരോ റോകളും എന്തുണ്ടായിരിക്കും? അതിനകത്തൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിഫയർ ഉണ്ടായിരിക്കും. RDBMS is the basis for many modern database system. നോർമലായിട്ടുള്ള ഒരു കാര്യം, കുറച്ച് കത്തിയാണ്. ഇൻക്ലൂഡിങ് MySQL, മൈക്രോസോഫ്റ്റ് SQL സെർവർ, ഒറാക്കിൾ ആൻഡ് മൈക്രോസോഫ്റ്റ് ആക്സസ്. ഇതിനകത്തൊക്കെ RDBMS എന്ന് പറഞ്ഞൊരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. MS ആക്സസ് ഒക്കെ ഇല്ലേ, അത് MySQL ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് RDBMS is a type of database managed system. അപ്പോൾ RDBMS എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് DBMS ആണ്. DBMS എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഈ RDBMS. R എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷണൽ. ഓക്കെ. ദാറ്റ് സ്റ്റോർ ഡേറ്റ ഇൻ എ റോ ബേസ്ഡ് ടേബിൾ സ്ട്രക്ചർ ദാറ്റ് കണക്ട് റിലേറ്റഡ് ഡേറ്റ എലമെൻറ്റ്സ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ടേബിളായിട്ടായിരിക്കും ചെയ്യുന്നത്. ഡേറ്റകൾ തമ്മിൽ എന്തായിരിക്കും? ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് RDBMS ഇൻക്ലൂഡ്സ് ഫങ്ഷൻസ് ദാറ്റ് മെയിൻറ്റെയിൻ ദ സെക്യൂരിറ്റി. എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, ആക്യുറസി ഉണ്ടായിരിക്കും, ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കും, കൺസിസ്റ്റൻസ് ആയിരിക്കും. ഡേറ്റകളെല്ലാം കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് ഈസ് ഡിഫറെൻറ്റ് ദാൻ ദ ഫയൽ സ്റ്റോറേജ് യൂസ്ഡ് ഇൻ എ DBMS. അപ്പോൾ ഇവർക്ക് നമ്മുടെ DBMSൽ സ്റ്റോർ ചെയ്യുന്ന ഫയലിനേക്കാളിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും RDBMSന് കേട്ടോ. മോസ്റ്റ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ദ SQL ലാംഗ്വേജ് ടു ആക്സസ് ദ ഡേറ്റാബേസ്. അപ്പോൾ എന്താ, ഏത് ലാംഗ്വേജ് ആണ് ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ സാധാരണ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ SQL ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ SQL ആണ് കേട്ടോ. ഇതിനകത്ത് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത്. ഇനി എവിടേക്കാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? An RDBMS can be used to manage data related to inventory management,
അതുപോലെ ഓർഡറുകൾ, ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളിൽ, കസ്റ്റമർ ഡേറ്റ, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ഈ RDBMS ആണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലുമൊക്കെ ഓർഡറൊക്കെ എടുക്കത്തില്ലേ, സാധനങ്ങളിലൊക്കെ ഓർഡർ എടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കുറച്ച് ബൾക്ക് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ആയി വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര അതിൽ ട്രാൻസാക്ഷൻ വരുന്ന സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും RDBMS നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹെൽത്ത് കെയറുകൾ, പിന്നെന്താണ് RDBMS ആർ യൂസ്ഡ് ടു മാനേജ് ഡേറ്റ റിലേറ്റഡ് ഹെൽത്ത് കെയറുകൾ, പിന്നെന്താ മെഡിക്കൽ റെക്കോർഡുകൾ, ലാബ് റിസൾട്ടുകൾ, ഇവിടെയൊക്കെ അങ്ങനെയല്ലേ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് അങ്ങനെയല്ലേ, അതുപോലെ ലാബുകളിൽ നമ്മൾക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പോകത്തില്ല, അപ്പോൾ അങ്ങനത്തുള്ള ലാബുകൾ, പിന്നെന്തെങ്കിലും അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ്, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാമാണ് RDBMS നമ്മൾ യൂസ് ചെയ്യുന്നത്. സം ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒറാക്കിൾ ഡേറ്റാബേസ്, MySQL, ഇതൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള RDBMS ആണ്. മൈക്രോസോഫ്റ്റ് SQL സെർവർ, PostgreSQL, SQLite, MariaDB, അപ്പോൾ ഇതൊക്കെ എന്നൊരു എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്താണ് എൻറ്റിറ്റി. എന്താണ് ഒരു എൻറ്റിറ്റി? ആൻ എൻറ്റിറ്റി ഈസ് എ പീസ് ഓഫ് ഡേറ്റ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ്. അപ്പോൾ ഡേറ്റാബേസിൽ സ്റ്റോർ ആവുന്ന ഒരു പീസ് ഓഫ് ഡേറ്റേനെ പറയുന്ന പേരാണ് എൻറ്റിറ്റി. ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ചെറിയൊരു പീസ് ഓഫ് ഡേറ്റേനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇൻ എ ഡേറ്റാബേസ് ആൻ എൻറ്റിറ്റി ഈസ് അപ്പോൾ ഡേറ്റാബേസിൽ എന്തും ആവാം. എൻ എൻറ്റിറ്റി ഈസ് എ പേഴ്സൺ, പ്ലേസ്, തിങ്സ് ഓർ ഒബ്ജക്ട്സ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ ഐഡൻറ്റിറ്റി. അപ്പോൾ എന്താണ്, ഒരു ഡേറ്റാബേസിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അതൊരു പേഴ്സൺ ആവാം, ഒരു സ്ഥലമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം, ഏതൊരു കാര്യം ആയിക്കോട്ടെ, എന്ത് വേണമല്ലോ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു കാര്യമാണെങ്കിൽ അതിന് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉള്ള ഏതൊരു കാര്യത്തെ നമുക്ക് എന്തെന്ന് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. അപ്പോൾ ഡേറ്റാബേസിലുള്ള ഒരു സിംഗിൾ പീസിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, സിംഗിൾ പീസ് ഓഫ് ഡേറ്റയെ നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നു. അത് എന്ത് വേണമെങ്കിലും ആവും, ഒരു പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, ഒരു ഒബ്ജക്റ്റ് ആവാം, എന്ത് ആയിക്കോട്ടെ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യത്തെ നമുക്ക് എന്തെന്ന് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. Entities are the things in the real world that you store information about the database. അപ്പോൾ ഏതൊരു കാര്യം ഒരു റിയൽ വേൾഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യം നമുക്ക് എൻറ്റിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. 2-3 ഡെഫിനിഷൻ ഒന്ന് കാണിച്ചേക്കുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, എ കസ്റ്റമർ ഈസ് ആൻ എൻറ്റിറ്റി ഇൻ റീറ്റെയിൽ സ്റ്റോർ ഡേറ്റാബേസ്. അപ്പം വിചാരിക്കുക ഒരു റീറ്റെയിൽ സ്റ്റോർ ഡേറ്റാബേസ് ഉണ്ട്, ഒരു റീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരു ഡേറ്റാബേസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ അവരുടെ ഒരു എൻറ്റിറ്റിയാണ്. ഞാൻ ആ എൻറ്റിറ്റി വേർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. ദ വേർഡ് എൻറ്റിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ എൻറ്റിറ്റാസ്. ഏതാണ് എൻറ്റിറ്റി എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് തന്നിരിക്കുന്നത് ലാറ്റിൻ എൻറ്റിറ്റാസിലാണ്, വിച്ച് ഇൻ ടേൺ ഡിറൈവ്സ് ഫ്രം ദ ലാറ്റിൻ മീനിങ് എന്താണെന്ന് വെച്ചാൽ ബീയിങ് ഓർ എക്സിസ്റ്റിങ്. അതാണ് അതിൻ്റെ അർത്ഥം എൻറ്റിറ്റി കേട്ടോ, ബീയിങ് ഓർ എക്സിസ്റ്റിങ്. ഓക്കെ, എൻറ്റിറ്റി മേ ഹെൻസ് ലിറ്ററലി ബി ടേക്കൺ ടു മീൻ തിങ് വിച്ച് എക്സിസ്റ്റ്സ്. വേണമെങ്കിൽ നമുക്ക് പറയാം അതിനകത്ത് ഉള്ള ഒരു കാര്യം, അതിനകത്ത് ഉൾക്കൊണ്ട ഒരു കാര്യം, തിങ് വിച്ച് എക്സിസ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഇറ്റ്സ് എ ടേം യൂസ്ഡ് ഇൻ ഡേറ്റാബേസ് ഡിസൈൻ ടു ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ടേബിൾസ്. നോക്കിക്കേ, ഇതൊരു ടേമാണ്. ഇത് ഈ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ടേമാണ്. എന്തിനു ഉപയോഗിക്കുന്നു? യൂസ്ഡ് ഇൻ ഡേറ്റാബേസ്. നമ്മൾ ഈ ഡേറ്റാബേസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമാണത്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ടു ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ടേബിൾസ്. 2 ടേബിളുകളുണ്ട്, ആ ടേബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ്. അപ്പോൾ വേറൊരു ഡെഫിനേഷൻ കൂടെ കേട്ടോ, സെയിം തന്നെ, മീനിങ് എല്ലാം തന്നെ. ബിക്കോസ് ഈച്ച് ടേബിൾ ഇൻ ഡേറ്റാബേസ് മസ്റ്റ് ഹാവ് എ പ്രൈമറി കീ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ ടേബിളിനകത്ത് വിചാരിക്കാൻ 2 ടേബിൾ ഉണ്ട്, എന്നാൽ 2 ടേബിൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്നാണ് എന്ന ടേം വെച്ചിട്ടാണ് അറിയുന്നത്. അപ്പം എങ്ങനെയാണിത് അറിയുന്നത്? എന്താണ് ഇവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ടേബിൾ ഇൻ ഡേറ്റാബേസ് മസ്റ്റ് ഹാവ് എ പ്രൈമറി കീ. അപ്പോൾ ഡേറ്റാബേസിലുള്ള ഓരോ ടേബിളിനും എന്തുണ്ടായിരിക്കും? ഒരു പ്രൈമറി കീ ഉണ്ടായിരിക്കും. This primary key can appear in other table because of its relationship to data within those tables. വിചാരിക്കുക ഒരു ടേബിളിനകത്ത് ഒരു പ്രൈമറി കീ ഉണ്ട്. ഇതേ സാധനം എവിടെ കാണിക്കും? രണ്ടാമത്തെ നമ്മുടെ ടേബിളിനകത്തും കാണും. അപ്പോൾ തമ്മിൽ റിലേഷൻ ആയില്ലേ? ഇവിടുത്തെ ഒരാളും അവിടെ. ഇപ്പം 3 ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് ഇപ്പോൾ A, B, C എന്ന 3 ആൾക്കാരുണ്ട്. ബി എന്ന് പറയുന്നത് എയുടെ ഫ്രണ്ടുമാണ്, സിയുടെ ഫ്രണ്ടുമാണ്. അപ്പോൾ അവർക്ക് തമ്മിൽ റിലേഷൻ ആയില്ലേ? അതുപോലെ. അപ്പോൾ എന്താണ്?
primary key can appear in other tables because its relationship to data within those table. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു പ്രൈമറി കീ അവിടെ ഉണ്ടതുകൊണ്ട് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായില്ലേ. When a primary key from one table appears in another table, it is called foreign key. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇവിടുത്തെ ഒരു പ്രൈമറി കീ എവിടെ പോകുന്നു? ഇപ്പോൾ ടേബിൾ 1 ഒരു പ്രൈമറി കീ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നെയിം ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രൈമറി കീ ഉണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ 2 ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രൈമറി കീനെ ഉപയോഗിച്ചു, നെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചു. അപ്പോൾ എന്താ, ഈ പ്രൈമറി കീ അവിടെ പോയില്ലേ, രണ്ടാമത്തെ ടേബിളിനകത്ത് നെയിം എന്ന് പറഞ്ഞ പ്രൈമറി കീ രണ്ടാമത്തെ ടേബിളിൽ പോയാൽ അങ്ങനെ പോകുമ്പോൾ ആ രണ്ടാമത്തെ ടേബിളിൽ വന്നിരിക്കുന്ന ആ സാധനത്തെ നമ്മൾ ഫോറിൻ കീ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഈ നെയിം അല്ലേ ഞാൻ പറഞ്ഞത്, നെയിം ഇവിടെ അവിടെ പോയെന്നല്ലേ പറഞ്ഞത്. അപ്പം നെയിമാണ് ഇവിടുത്തെ ഫോറിൻ കീ എന്ന് പറയുന്നത്. പ്രൈമറി കീയും ആണ്, മറ്റൊരു ടേബിളിലോട്ട് റിലേഷൻ ഉണ്ടായതുകൊണ്ട് അതിനെ നമുക്ക് എന്താ പറയാം, ഫോറിൻ കീ എന്ന് പറയാം. ഓക്കെ, പ്രൈമറി കീ നോക്കിയേ. പ്രൈമറി കീ ഈസ് എ കോളം ഓർ സെറ്റ് ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റോ. എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രൈമറി കീ എന്ന് പറയുന്ന ഒരു കോളമോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോളമോ ആവും ഇതിനകത്ത്, നമ്മൾ ടേബിളിനകത്ത്. കോളം എന്താ, റോ എന്ന് നേരത്തെ പറഞ്ഞതാണ്. ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റോ, ഓരോരോ റോയിനെയും നമ്മൾ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പ്രൈമറി കീ ആർ ഓൾസോ നോൺ ആസ് പ്രൈമറി കീവേഡ്സ്. അപ്പോൾ പ്രൈമറി കീൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, പ്രൈമറി കീവേഡ് എന്ന് പറയുന്നത്. ദേ ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ആൻ RDBMS ആൻഡ് പ്രൊവൈഡ് സെവറൽ ബെനിഫിറ്റ്സ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു നമ്മുടെ RDBMSന് കറക്റ്റായിട്ടുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, പ്രൈമറി കീനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, ഐഡൻറ്റിഫൈ യുണീക്ക് ഡേറ്റ, യുണീക്കുള്ള ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാം, പ്രിവെൻറ്റിങ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ്, അതായത് ഡ്യൂപ്ലിക്കേറ്റുള്ള കാര്യങ്ങൾ വീണ്ടും ഒരേ കാര്യം തന്നെ ഒന്നിൽ കൂടുതൽ തവണയൊന്നും പോവാതെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തടയും. അപ്ഡേറ്റിംഗ് ഓർ ഡിലീറ്റിംഗ് സ്പെസിഫിക് റെക്കോർഡ്സ്, അതുപോലെ നമുക്ക് ചില റെക്കോർഡ്സിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം, അല്ല വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അതെടുത്ത് കളയാം. എൻഷുറിങ് ഫീൽഡ് ആർ നോട്ട് നള്ള്. ഓക്കെ, ഫീൽഡ്സ് ഒന്നും നള്ളാവാതെ, അതായത് ഇല്ലാതെ എം ടി ആവാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. സെറ്റിംഗ് അപ്പ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ്, ചെക്കിംഗ് അല്ല, സെറ്റിംഗ് അപ്പ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ്. അപ്പോൾ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എൻഷുറിങ് റോ ലെവൽ ആക്സസിബിലിറ്റി, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റിലോട്ട് പോകാം. പ്രൈമറി കീ എന്താണ്, നേരത്തെ പറഞ്ഞായിരുന്നതാണ്. എ റിലേഷണൽ ഡേറ്റാബേസ് ക്യാൻ ഓൺലി ഹാവ് വൺ പ്രൈമറി കീ. അപ്പോൾ ഒരു റിലേഷണൽ ഡേറ്റാബേസിനകത്ത് ഒരൊറ്റ പ്രൈമറി കീ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ പ്രൈമറി കീകൾ ഉണ്ടായിരിക്കത്തില്ല. ദ ആട്രിബ്യൂട്ട് സെലക്ടഡ് as the primary key must have a different value for each record and cannot have a null value. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, the primary key must have different values. അതിൽ പ്രൈമറി കീക്കകത്ത് ഉറപ്പായിട്ടും ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഫോർ ഈച്ച് റെക്കോർഡ്സ്, ഓരോരോ റെക്കോർഡ്സിനകത്തും ഓരോരോ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. ആൻഡ് അതുപോലെ നൾ വാല്യൂ ഇല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരിക്കണം, വാല്യൂ ഇല്ലാതെ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. സം എക്സാമ്പിൾസ്, കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് നോക്കിയേ, എംപ്ലോയി ID, സ്റ്റുഡൻറ്റ് ID, ഓർഡർ ID, നമ്മുടെ ആധാർ കാർഡില്ലേ, എൻ്റെ നമ്പറൊക്കെ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോരോ പ്രൈമറി കീയാണ്. ഫോറിൻ കീ ഈസ് എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളം. അപ്പോൾ ഒരു കോളമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോളം ആവാം. ഇതിനകത്തെ റിലേഷൻ ഡേറ്റാബേസിനകത്തെ ടേബിൾ ദാറ്റ് പ്രൊവൈഡ് എ ലിങ്ക് ബിറ്റ്വീൻ ഡേറ്റ ഇൻ ടു ടേബിൾസ്. അതിനകത്ത് എന്തുണ്ടായിരിക്കും, രണ്ട് ടേബിളുകൾ തമ്മിലുള്ള ഒരു ലിങ്കും കൂടെ അതിനകത്ത് കാണും. ഒരു ഫിഗർ ഞാൻ ഇവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ക്രോസ് റെഫറൻസ് ബിറ്റ്വീൻ ടേബിൾസ് ബിക്കോസ് ഇറ്റ് റെഫറൻസസ് ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ ദെയർ ബൈ എസ്റ്റാബ്ലിഷിങ് എ ലിങ്ക് ബിറ്റ്വീൻ ദം. പ്രൈമറി കീനകത്തുള്ള ആൾ മറ്റൊരു ടേബിളിനകത്തോട്ട് വരും. അപ്പോൾ അവർ തമ്മിൽ റിലേഷൻ ഉണ്ടായി, രണ്ട് ടേബിളുകളും തമ്മിൽ കോമൺ ആയിട്ട് ഒരാളുണ്ടല്ലോ, അപ്പം അവിടെ ഒരു റിലേഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുന്ന ആ ആളെ പറയുന്ന പേരാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. രണ്ട് ടേബിൾസ് തമ്മിലൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് അവർ തമ്മിലൊരു റിലേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ, ദ യൂസ് ഓഫ് ഫോറിൻ കീ ഈസ് സിംപ്ലി ടു ലിങ്ക് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ടു ടേബിൾസ്. ടേബിളുകളുടെ ആട്രിബ്യൂട്ടുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു ടുഗദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൈമറി കീ ആട്രിബ്യൂട്ട്. പ്രൈമറി കീ ആട്രിബ്യൂട്ടിൻ്റെ ഹെൽപ്പോട് കൂടി ടേബിളിനകത്ത് ആട്രിബ്യൂട്ടുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യിക്കുന്നു. Thus it is used for creating and maintaining the relationship between the two relations. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു റിലേഷൻ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫിഗർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കേ. സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ 101, 105, 107 കുറച്ച് ID കൊടുത്തിട്ടുണ്ട്, അവരുടെ പേര് കൊടുത്തിട്ടുണ്ട്, കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ടേബിളാണ്.
ഓക്കെ, ഇവിടുത്തെ പ്രൈമറി കീ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്നതായിരുന്നു. ഇനി വേറൊരു R2 എന്ന് പറയുന്നത് വേറൊരു ടേബിളാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് ആരൊക്കെയുണ്ട്? സ്റ്റുഡൻറ്റ് ID ഉണ്ട്, നെയിം ഉണ്ട്, കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതല്ലേ കോളം, അപ്പോൾ ഇത് റോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആരൊക്കെയുണ്ട്? നമ്മളിതിൻ്റെ ID നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു കീ ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ CS ഡിപ്പാർട്ട്മെൻറ്റ്, സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ വീണ്ടും സ്റ്റുഡൻറ്റ് ID വന്നില്ലേ? ഇവിടുത്തെ പ്രൈമറി കീ അല്ലായിരുന്നു സ്റ്റുഡൻറ്റ് ID, അതേ ആളെ ഇവിടെ കൊണ്ടുവന്നില്ലേ? അപ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരുണ്ട്? സ്റ്റുഡൻറ്റ് ID ഉണ്ട്. ഇതിനകത്ത് ആൾ ഇവിടെ വന്നപ്പം ഇവർ തമ്മിൽ റിലേഷൻ ആയില്ലേ? അങ്ങനെ വരുന്ന ആൾ തന്നെയാണ് ഫോറിൻ കീ. അപ്പോൾ ഫോറിൻ കീ എപ്പോഴും എന്തായിരിക്കും? ഒരു പ്രൈമറി കീയും കൂടെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? Database elements. A database element refers to the tables, views, indices and other structures that constitute the database. അപ്പോൾ എലമെൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന, ഇൻഡെക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഡേറ്റാബേസ് എലമെൻറ്റ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ എന്താ പറയാം? ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റുകളെന്നോ അല്ലെങ്കിൽ എൻറ്റിറ്റീസുകളെന്നോ എന്ത് വേണമെങ്കിലും പറയാം. എവിടെ ചെയ്യാൻ പറ്റുന്ന? നമ്മുടെ ഡേറ്റാബേസിലോട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റുകൾ, എൻറ്റിറ്റീസിനെല്ലാം നമുക്ക് ഡേറ്റാബേസ് എലമെൻറ്റുകൾ എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കാം? ടേബിൾസ് ഉണ്ടായിരിക്കും, റെക്കോർഡുകൾ ഉണ്ടായിരിക്കും, ക്വറികൾ ഉണ്ടായിരിക്കും, ഫോം ഉണ്ടായിരിക്കും, റിപ്പോർട്ട് ഉണ്ടായിരിക്കും, ക്ലയൻറ്റ് സെർവർ പാരഡിം ഉണ്ടായിരിക്കും. ഓക്കെ, ടേബിൾസ്. In tables, data is logically organized in a identified number of row and column format similar to spreadsheet. നമ്മുടെ എക്സൽ ഇല്ലേ? എക്സൽ സ്പ്രെഡ്ഷീറ്റിനാണ് സിമിലർ ആയിട്ടുള്ള സാധനമാണ് ടേബിൾ. ടേബിൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. റോകളും കോളങ്ങളും കൊണ്ട് എന്താണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ എന്താണ്? ഡേറ്റ ഈസ് ലോജിക്കലി ഓർഗനൈസ്ഡ് ഇൻ ഐഡൻറ്റിഫൈഡ് നമ്പർ ഓഫ് റോസ് അല്ലേ? നമ്പർ ഓഫ് റോസ് വെച്ച് കുറച്ച് നമ്പർ ഓഫ് റോസ് കാണും. എത്ര ഇപ്പോൾ 5 ആണെങ്കിൽ 5, 6 ആണെങ്കിൽ 6, അങ്ങനെ എത്ര റോ കാണും. കോളം ആണെങ്കിൽ എത്ര കോളമാണോ അത്രയും കോളം കാണും. നമ്മുടെ സ്പ്രെഡ്ഷീറ്റിനൊക്കെ കണക്കിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ടേബിൾ എന്ന് പറയുന്നത്. ഈച്ച് റോ റെപ്രസെൻറ്റ് യുണീക്ക് റെക്കോർഡ്. അപ്പോൾ ഓരോ റോകളും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? യുണീക്ക് ആയിട്ടുള്ള റെക്കോർഡ്സിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈച്ച് കോളം റെപ്രസെൻറ്റ് ഫീൽഡ് ഇൻ ദി റെക്കോർഡ്. ആ റെക്കോർഡിനകത്തുള്ള ഫീൽഡുകളെയാണ് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെക്കോർഡിനെയും, പിന്നെന്താണ് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഫീൽഡുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ ടേബിൾ ഹാസ് റെക്കോർഡ്സ് അല്ലെങ്കിൽ റോസ് ആൻഡ് ഫീൽഡ്. അപ്പോൾ ഒരു ടേബിളിനെ നമ്മൾ ഇവിടെ നോക്കി കാണാം. ടേബിളിലെ റോകളെ നമ്മൾ എന്താ പറയുന്നത്? റോകളെ പറയുന്ന പേരാണ് റെക്കോർഡുകൾ. കോളത്തെ പറയുന്ന പേരുകളാണ് ഫീൽഡുകൾ. കേട്ടോ, റെക്കോർഡും ഫീൽഡുകളും എന്നാണ് പറയുന്നത്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? റോകൾ. ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കോളംസ്. ഇനി എന്താണ് റെക്കോർഡ്സ്? A record is a collection of data organized into a group of field within a table that are related to specific topic or category. അപ്പോൾ എന്താ? കളക്ഷൻ ഓഫ് ഡേറ്റയാണ് അല്ലേ? കുറച്ച് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ത് ചെയ്തിരിക്കുന്നു? ഓർഗനൈസ് ചെയ്തിരിക്കുന്നു ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഫീൽഡ്. അപ്പോൾ ഫീൽഡ് എന്താ? നമ്മൾ പറഞ്ഞില്ലേ? ഫീൽഡ് എന്തായിരുന്നു? കോളം അല്ലേ? അപ്പം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഈ കളക്ഷൻ ഓഫ് ഡേറ്റകളെ എവിടെ ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുന്നു. എന്ത്? ഒരു ഗ്രൂപ്പ് ഓഫ് ഫീൽഡുകളായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിലുള്ള ഈ ഡേറ്റകളുടെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു ഫീൽഡിലോട്ട് ആക്കി വെച്ചിട്ട് ദാറ്റ് ആർ റിലേറ്റഡ് ടു സ്പെസിഫിക് ടോപ്പിക് ഓർ കാറ്റഗറി. അതിനെന്തുണ്ടായിരിക്കും? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസ് ചെയ്ത് വെക്കും അതിനെ. അപ്പോൾ അതിനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത്ര ഇപ്പം നമ്മൾ പറയും റെക്കോർഡുകളാണ്. റെക്കോർഡ് എഴുതുന്നല്ല, റെക്കോർഡ്സ് ഉണ്ട്. റെക്കോർഡ് എന്നുള്ളതെന്നൊക്കെ പറയത്തില്ല, ഒരു കളക്ഷൻ ഓഫ് കാര്യങ്ങൾ, കളക്ഷൻ ഓഫ് ഡേറ്റകൾ. റെക്കോർഡ്സ് ആർ ഓൾസോ നോൺ ആസ് ടപ്പിൾസ്. അപ്പോൾ റെക്കോർഡുകളെ നമ്മൾ എന്താണെന്ന് പറയും? ടപ്പിൾസ് എന്ന് പറയും. ഇപ്പം നിങ്ങൾ നേരെ തിരിച്ചു പോയേ, ബാക്കിലോട്ട് പോവാം. നമ്മൾ റെക്കോർഡിനെ പറയുന്ന പേരെന്താ? റോകളെ പറയുന്ന പേരാണ് റെക്കോർഡ്. റെക്കോർഡിന് ഇപ്പോൾ പുതിയ പേരെന്ത് വന്നിരിക്കുന്നത്? ടപ്പിൾസ്. അപ്പം നമ്മുടെ ഈ DBMSനകത്ത് RDBMSനകത്ത് റോകളെ നമ്മൾ പറയുന്ന പേരാണ് ടപ്പിളുകൾ എന്ന് പറയും. ടപ്പിൾസ് എന്ന് പറയും കേട്ടോ. റോകളെ പറയുന്ന പേരെന്താണ്? ടപ്പിൾസ്. ഇപ്പം എന്താ? റോ അല്ലെങ്കിൽ റെക്കോർഡ് അല്ലെങ്കിൽ ടപ്പിൾസ്. Example, student record are kept based on their grades and scores in college department. അതൊരു റെക്കോർഡല്ലേ? സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യുന്നു. അവരുടെ ഗ്രേഡും അവരുടെ എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം സ്റ്റുഡൻസിൻ്റെ എല്ലാ റെക്കോർഡ്സ് അവിടെ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് റെക്കോർഡ്സ് ആണ്. ഡേറ്റാബേസ് റെക്കോർഡ്സ് ആർ ഓഫൺ സ്റ്റോർഡ് ഇൻ സ്പ്രെഡ്ഷീറ്റ്. അതുപോലെ ഡേറ്റാബേസ് റെക്കോർഡ്സ് നമുക്ക് എന്താണ്? ഈ സ്പ്രെഡ്ഷീറ്റ് പോലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റും.
ഇൻ സ്പ്രെഡ്ഷീറ്റ് റോ റൺ ഹൊറിസോണ്ടലി ആൻഡ് റെപ്രസെൻറ്റ് ഇൻഡിവിജ്വൽ റെക്കോർഡ്സ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിലാണെങ്കിൽ റോനെ നമ്മൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരോ റെക്കോർഡുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അടുത്താണ് കൊറി. കൊറി എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഫ്രം ദ ഡേറ്റാബേസ്. അപ്പം എങ്ങോട്ടാണ് കൊടുക്കുന്നത്, നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് എന്ത് കൊടുക്കുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. എന്തെങ്കിലും ഒരു ഡേറ്റ എടുക്കണം, എനിക്കൊരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണം, അതിന് വേണ്ടിയിട്ട് എനിക്കൊരു എന്ത് വേണം, ഒരു റിക്വസ്റ്റ് കൊടുക്കണം. എവിടെ, ഏതിലോട്ട്, നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡേറ്റ എനിക്ക് വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കളക്ഷൻ ഓഫ് ഡേറ്റ ഉണ്ട്, അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് എടുക്കണം. അങ്ങനെ എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. അതിനെ പറയുന്ന പേരാണ് കൊറി എന്ന് പറയുന്നത്. Queries can be used to retrieve, change or filter data or to present value in a clear way. അപ്പോൾ ഈ queries വെച്ചുകൊണ്ട്, query എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഡേറ്റാബേസിനകത്ത് കുറച്ച് കളക്ഷൻ ഓഫ് ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും എനിക്കൊരു ഡേറ്റ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എനിക്ക് എടുക്കണം. അങ്ങനെ എടുക്കാനും കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു റിക്വസ്റ്റ് കൊടുക്കണം. അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ queryകൾ എന്ന് പറയുന്നത്. ഇതേ queryകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ റിട്രീവ് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഡേറ്റ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് സേവ് ആയി ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുക്കുന്നതിന് റിട്രീവ് ചെയ്യാന്ന് പറയും. അപ്പോൾ റിട്രീവ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ എടുക്കുകയോ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിൽട്ടർ ചെയ്ത് ഇത്ര കാര്യങ്ങൾ മാത്രം മതി അങ്ങനെയൊക്കെ പറഞ്ഞ് ഫിൽട്ടർ ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തിൻ്റെ സഹായത്തോടെ, ക്വറീസ് ഉപയോഗിച്ചിട്ട്. They can also be used to combine data from different tables. അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്, പല ടേബിൾസിലുള്ള ഡേറ്റകളെ തമ്മിൽ കമ്പൈൻ ചെയ്യും. പെർഫോം കാൽക്കുലേഷൻസ്, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാം, അതിലുണ്ടെങ്കിൽ ഡേറ്റാസ് റിമൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്വറി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് ഫോംസ് ആർ യൂസ്ഡ് ടു കളക്ട് ഡേറ്റ, ഡിസ്പ്ലേ ക്വറി റിസൾട്ട്സ് ആൻഡ് പെർഫോം കമ്പ്യൂട്ടേഷൻസ്. ഫോംസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഫോംസ് ആർ യൂസ്ഡ് ടു കളക്ട് ഡേറ്റ. എന്താണ്, ഡേറ്റകളെ കളക്ട് ചെയ്യാനാണ് ഫോമുകൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ക്വറി റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തുണ്ട്, ആൻഡ് പെർഫോം കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയുന്ന ഫോമുകൾ എന്ന് പറയുന്നത്. എ ഫോം ഈസ് എ ഡേറ്റാബേസ് ഒബ്ജക്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ഫീൽഡ്. അപ്പോൾ ഫോം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേറ്റാബേസ് ഒബ്ജക്റ്റ് ആണ്. അതിനകത്ത് എന്തുണ്ട്, ഡിഫറെൻറ്റ് ഫീൽഡുകളുണ്ട്. ദീസ് ഫീൽഡ് കളക്ട് ഇൻഫർമേഷൻ ഫ്രം ദ സോഴ്സ് which is collected and stored in a database for further references. അപ്പോൾ ഈ ഫീൽഡിൽ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. എവിടെ നിന്ന്, സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു, വിച്ച് ഈസ് കളക്റ്റഡ് ആൻഡ് സ്റ്റോർ ഇൻ ദ ഡേറ്റാബേസ്. അപ്പോൾ ഈ ഫീൽഡുകൾ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് സോഴ്സിലൊക്കെ പോയിട്ട് സോഴ്സിൽ നിന്ന് ഡേറ്റാബേസ് എല്ലാം ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു, നമ്മുടെ ഡേറ്റാബേസിൽ കൊണ്ടുചെന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് പിന്നീട് റെഫറൻസ് ചെയ്യാനുള്ള, പിന്നീട് നമുക്ക് ആവശ്യമുള്ള റെഫറൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെക്കുന്നു. ബിസിനസ് ദീസ് ഡേയ്സ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ഡേറ്റാബേസ് ഫോം ടു ഗ്യാദർ ഇൻഫർമേഷൻ വയ വെബ് ബ്രൗസേഴ്സ്. അപ്പോൾ നമ്മളെ ബിസിനസ്സുകാരല്ലേ, അപ്പോൾ ഇവർക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ വെബ് ബ്രൗസറുകളെല്ലാം ഉപയോഗിക്കത്തില്ല, ഡേറ്റാസ് ഇൻഫർമേഷൻസ് എത്തിക്കാനും കൊണ്ടൊക്കെ ഉപയോഗിക്കുന്നു. Another aspect of DBMS is normal forms. അപ്പം which are rules that help organize tables and reduce anomalies. അപ്പോൾ ഈ DBMS സാധാരണ രീതിയിൽ നോർമൽ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഫോമിനകത്ത് വരുന്ന കാര്യമാണ് ഈ ഒരു കാര്യം കേട്ടോ, നോർമൽ ഫോം എന്ന് പറയുന്നത്. ഫോം അല്ലേ ഇപ്പോൾ പറഞ്ഞേ, DBMSൻ്റെ ഫോം എന്നല്ലേ പറഞ്ഞത്. അപ്പം നോർമൽ ഫോം എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മറ്റൊരു തരത്തിൽ നമുക്ക് നോർമൽ ഫോം എന്ന് പറയാം. which are rules that help organize tables and reduce anomaly. അതെന്താ ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നു, ഇതെന്ന് പറയുന്ന കുറച്ച് റൂളുകളാണ്. ഏത്, നോർമൽ ഫോം, DBMS. അതിനകത്ത് നോർമൽ ഫോംസ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് റൂൾസ് ആണ്. which are റൂളുകളാണ് that help organize tables and reduce anomalies. എന്താ പറഞ്ഞാൽ, ടേബിൾസിനെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അനോമലീസ് ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു റൂളാണ് നോർമൽ ഫോംസ് എന്ന് പറയുന്നത്. The stage at which a table is organized is collection, its normal form. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ടേബിൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ടേബിൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ത് ഫോമിലാണ്, നോർമൽ ഫോമിലാണ്. അല്ലെങ്കിൽ എന്താണ്,
എ സ്റ്റേജ് ഓഫ് നോർമലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നോർമൽ ഫോം എന്നോ അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് നോർമലൈസേഷൻ എന്ന് പറയും. സാധാരണ ടേബിളുകൾ വന്നിരിക്കുന്നത് നോർമൽ ഫോമിലാണ്. ദേ ആർ 4 മെയിൻ ടൈപ്സ്. ഓക്കെ, നോർമൽ ഫോംസ് ഇൻ DBMS. അപ്പം സാധാരണ എത്ര ഉണ്ട്? 4 ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് നോർമൽ ഫോം, അതാണ് 1NF. 1NF എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോർമൽ ഫോം. എ റിലേഷൻ ഈസ് ഇൻ 1NF വെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അറ്റോമിക് വാല്യൂ. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു അറ്റോമിക് ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഈ ഒരു ഫുൾ ഫോം ഒക്കെ നോക്കി വെച്ചേക്കാം 1NF എന്നൊക്കെ പറയുന്നതാണെന്ന്. അപ്പോൾ 1NFനകത്ത് കുറച്ച് റൂളുകളുണ്ട്. എവരി കോളം ഇൻ ദ ടേബിൾ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. അപ്പോൾ ഈ 1NF എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ അതിനകത്ത് ടേബിളിനകത്ത് കോളത്തിൽ എവരി കോളം ഇൻ ദ ടേബിളിനകത്ത് കോളത്തിനകത്ത് എന്തുണ്ടായിരിക്കണം? മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്, ഒരു സിംഗിൾ വാല്യൂ ഉണ്ടായിരിക്കണം. ദ ഡൊമൈൻ ഓഫ് ആട്രിബ്യൂട്ട് കനോട്ട് ബി ചേഞ്ച്. അതുപോലെ ആട്രിബ്യൂട്ട്സിനകത്ത് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എവരി കോളം മസ്റ്റ് ഹാവ് എ യുണീക്ക് നെയിം. ഓരോ കോളത്തിനും എന്തുണ്ടായിരിക്കും? ഒരു യുണീക്ക് ആയിട്ടുള്ള പേരുണ്ടായിരിക്കണം. ദ ഓർഡർ ഓഫ് ഡേറ്റ ഡസ് നോട്ട് മാറ്റർ. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓർഡർ എന്തോ ആയിക്കോട്ടെ, വിഷയമൊന്നുമില്ല. അടുത്താണ് സെക്കൻഡ് നോർമൽ ഫോം 2NF, സെക്കൻഡ് നോർമൽ ഫോം. അടുത്തത് 3NF, തേർഡ് നോർമൽ ഫോം. അടുത്ത എന്താണ്? അപ്പോൾ ഇതാണ് അടുത്തതാണ് BC. 4NF എന്നല്ല, BCNF. BCNFൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ബോയ്സി കോഡ് നോർമൽ ഫോം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പ്രൊണൗൺസ് ചെയ്യാം. ബോയ്സി കോഡ് നോർമൽ ഫോം. NF എന്ന് പറഞ്ഞാൽ എന്തായാലും നോർമൽ ഫോം എന്നാണ്. ബിയും സി എന്ന് പറഞ്ഞാൽ കോഡ്. നമ്മൾ കണ്ടുപിടിച്ച ആളുടെ പേരും പറഞ്ഞല്ലോ, കോഡ്. അപ്പോൾ കോഡ്. അപ്പം ബി എന്ന് പറയുമ്പോൾ ബോയ്സി കോഡ് നോർമൽ ഫോം. അതാണ് BCNF. ഇനി അടുത്താണ് റിപ്പോർട്ട്. എ ഡേറ്റാബേസ് റിപ്പോർട്ട് ഈസ് ഫോർമാറ്റഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ് ദാറ്റ് പ്രൊവൈഡ് സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. എന്താണ് നമ്മൾ അല്ലാതെയും പറയുമല്ലോ, നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതുപോലെ ഡേറ്റാബേസിൻ്റെ റിപ്പോർട്ടിനെയാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഫോർമാറ്റഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റകൾ, നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റകൾ, അതിനകത്ത് എങ്ങനെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അതിനകത്തുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് വഴി നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ എല്ലാത്തിനും അങ്ങനെയല്ലേ, നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആ റിപ്പോർട്ട് വഴിയില്ലയോ ഡോക്ടേഴ്സ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനം. അതുപോലെ ഒരു റിപ്പോർട്ട് കിട്ടും, അങ്ങനെ ഒരു ഡിസിഷൻ നമുക്ക്, നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു കാര്യത്തിൽ റിപ്പോർട്ട് എടുക്കുമ്പോൾ അതുവഴി നമുക്കൊരു ഡിസിഷൻ മേക്കാനുള്ള ഒരു തീരുമാനം, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് വഴിയാണ്. ഡേറ്റാബേസ് റിപ്പോർട്ട്സ് ആർ സ്പെസിഫിക്കലി മീൻ ടു കൺവേ ഇൻഫർമേഷൻ ഇൻ എ വേ ദാറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. അല്ലേ, മനുഷ്യന് പെട്ടെന്ന് മനസ്സിലായി അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനമോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലോ ആ ഒരു ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇൻഫർമേഷൻ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന, മനുഷ്യന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നത് ഡേറ്റാബേസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഡേറ്റാബേസ് റിപ്പോർട്ട് ഈസ് the formatted result of database queries and contains useful data for decision making and analysis. സെയിം തന്നെയാണ്. A report is a database object that comes in handy when you want to represent the information in your database for any of the following uses. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഡേറ്റയുടെ സമ്മറി. ഈ മീനിങ് തന്നെയാണ്, വേറെ കുറച്ച് ഡെഫിനിഷൻസ് ആണെന്നുള്ള സെയിം മീനിങ് ആണ് എല്ലാത്തിനും കേട്ടോ. Archives snapshots of the data provide details about individual records. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ റെക്കോർഡ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് തരുന്നുണ്ട്. അടുത്താണ് ക്ലയൻറ്റ് സെർവർ പാരഡിം. ക്ലയൻറ്റ് സെർവർ പാരഡിം. ദ ക്ലയൻറ്റ് സെർവർ പാരഡിം ഡിവൈഡ്സ് സോഫ്റ്റ്വെയർ ഇൻറ്റു 2 കാറ്റഗറീസ്. ഇപ്പോൾ ഈ ക്ലയൻറ്റ് സെർവർ പാരഡിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, മാതൃക നടന്നത്. ഈ ഒരു കാര്യം ചെയ്യുന്നത് രണ്ടായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലയൻസ് എന്നും സെർവർ എന്നും. ക്ലയൻസ് എന്നും സെർവർ എന്നും. ഇനി ക്ലയൻറ്റ് എന്താണ്? എ ക്ലയൻറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഇനിഷ്യേറ്റ് എ കണക്ഷൻ ആൻഡ് സെൻസ് റിക്വസ്റ്റ്, വേറസ് എ സെർവർ ഈസ് സോഫ്റ്റ്വെയർ ദാറ്റ് ലിസൺ ഫോർ കണക്ഷൻസ് ആൻഡ് പ്രോസസ് റിക്വസ്റ്റ്. ഓക്കെ, വേറെ നോക്കിയേ, ക്ലയൻറ്റ് സെർവർ ഡേറ്റാബേസ് ആർക്കിടെക്ചർ ഈസ് എ ടൈപ്പ് ഓഫ് DBMS സ്ട്രക്ചർ. ഇപ്പോൾ ക്ലയൻറ്റും ഉണ്ട് സെർവറും ഉണ്ട്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ഒരു കണക്ഷൻ, ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ
It is a model in which a server sends and managing the resources and works according to the need of the client. അപ്പോൾ എന്താണ്, ഇതൊരു മോഡലാണ്. ഏത്? ഇൻ വിച്ച് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് പ്രൊവൈഡ് സർവീസ്, എന്തെങ്കിലും ഒരു സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്, സെർവറുകൾ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? സെൻസ് ആൻഡ് മാനേജ് ദ റിസോഴ്സ് ആൻഡ് വർക്ക് ദ അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റ് എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും അങ്ങോട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിക്വസ്റ്റാണ് കൊടുക്കുന്നത്. അതിൻ്റെ നീഡ് അനുസരിച്ച് അതിൻ്റെ നീഡ് അനുസരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നീഡ് അനുസരിച്ച് മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നടത്തുന്നത് സെർവറുകൾ എന്ന് പറയുന്നത്. ക്ലയൻറ്റിന് നീഡ് അനുസരിച്ച് അവരുടെ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റിസോഴ്സ് ആണെന്ന് പറയുന്നത് സെർവറുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ദാറ്റ് യൂസ് ദ ക്ലയൻറ്റ് സെർവർ മോഡൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ്, കമ്പ്യൂട്ടറിനകത്തോട്ടൊക്കെ വരുവാണെങ്കിൽ ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ അയക്കുന്നത്, അതുപോലെ നെറ്റ്വർക്ക് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്, അതല്ല നമ്മളുടെ വേൾഡ് വൈഡ് വെബ് അല്ലേ. നമ്മളെന്ന് പറയുന്നത് ഓരോരോ ക്ലയൻറ്റുകളാണ്. ആ ക്ലയൻറ്റ് ഏതെങ്കിലും ഒരു സെർവറിലോട്ട് ആയിരിക്കും കാര്യങ്ങൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗൂഗിളെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നു, ആ ക്ലയൻറ്റ് നീഡ് അനുസരിച്ചായിരിക്കും അവരവിടെ ആ ഒരു കാര്യങ്ങൾ തരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എത്രയേ ഉള്ളൂ. ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് പോയിരിക്കുന്നത്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടാണ് ക്ലാസ്സുകളൊന്നും